പ്രതിഭയുടെ അഭ്രത്തിളക്കം ബാക്കിയാക്കി വിഖ്യാത ചലച്ചിത്രകാരൻ ഷാജി എൻ കരുൺ വിടവാങ്ങി. അർബുദ രോഗബാധിതനായി ചികിത്സയിലിരിക്കെ തിരുവനന്തപുരം വഴുതക്കാട്ടെ വസതിയായ പിറവിയിലായിരുന്നു അന്ത്യം. മലയാള സിനിമയെ ആഗോള ചലച്ചിത്ര മേഖലയിൽ ഉയർന്ന നിലയിലേക്ക് നയിച്ച കാഴ്ചപ്പാടുകളുടെ സംവിധായകൻ, പ്രഗത്ഭ ഛായാഗ്രാഹകൻ എന്നീ നിലകളിൽ നിരവധി ദേശീയ അന്താരാഷ്ട്ര ബഹുമതികൾക്ക് അർഹനായ ഷാജി എൻ കരുണിനോട് മലയാള സിനിമ എന്നും കടപ്പെട്ടിരിക്കും. ഷാജി എൻ കരുണിന്റെ സ്മരണകൾക്ക് മുൻപിൽ മെട്രോ 7 ന്യൂസിന്റെ കണ്ണീർ പ്രണാമം. മലയാള സിനിമയെ രാജ്യാന്തര ശ്രദ്ധയിലെത്തിച്ച പ്രതിഭകളിൽ ഒരാളായ ഷാജി എൻ കരുൺ അന്തരിച്ചു. തിരുവനന്തപുരം വഴുതക്കാട്ടെ വസതിയായ പിറവിയിലായിരുന്നു അന്ത്യം. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. സംവിധായകൻ, ഛായാഗ്രാഹകൻ എന്നീ നിലകളിൽ ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിന്റെ ഭാഗമായ അദ്ദേഹത്തിന് കാനിൽ അടക്കം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2011 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. ചലച്ചിത്ര മേഖലയിലെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2023 JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു. 7 തവണ വീതം ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി. കലാ സാംസ്കാരിക സംഭാവനകൾക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതിക്കും അർഹനായി. ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനായ ഷാജി എൻ കരുൺ നിലവിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. എൻ കരുണാകരന്റെയും ചന്ദ്രമതിയുടെയും മകനായി കൊല്ലം ജില്ലയിലെ കണ്ടഞ്ചിറയിലാണ് ഷാജി ജനിച്ചത്. പിന്നീട് കുടുംബം തിരുവനന്തപുരത്തേക്ക് താമസം മാറി. സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാറ്റോഗ്രാഫിയിൽ ഡിപ്ലോമ നേടി. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഫിലിം ഓഫീസറായും ജോലി ചെയ്തിരുന്നു. ജി അരവിന്ദന്റെ കാഞ്ചനസീത, തമ്പ്, കുമ്മാട്ടി, എസ്തപ്പാൻ, പോക്കുവെയിൽ, ചിദംബരം, ഒരിടത്ത്, മാറാട്ടം തുടങ്ങിയ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനായി പ്രവർത്തിച്ചു. കാഞ്ചനസീതയ്ക്ക് മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. KG ജോർജിന്റെ പഞ്ചവടിപ്പാലം, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ലെനിൻ രാജേന്ദ്രന്റെ മീനമാസത്തിലെ സൂര്യൻ, ഹരിഹരന്റെ പഞ്ചാഗ്നി, നഖശതങ്ങൾ, സർഗം, MTയുടെ മഞ്ഞ് തുടങ്ങി 40ഓളം സിനിമകളുടെ ഛായാഗ്രഹണം നിർവഹിച്ചു. 1989 പിറവി എന്ന സിനിമയിലൂടെയായിരുന്നു ഷാജി എൻ കരുണിന്റെ അരങ്ങേറ്റം. പിറവി 70ഓളം ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും 31 രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശം നേടി. രണ്ടാമത്തെ ചിത്രമായ സ്വം കാനിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വാനപ്രസ്ഥം കാനിലെ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു. നിഷാദ്, കുട്ടിസ്രാങ്ക്, സൊബാനം, ഓള് എന്നിവയാണ് മറ്റ് ചിത്രങ്ങൾ. 14ഓളം ഹ്രസ്വചിത്രങ്ങളും സംവിധാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. ആശങ്കകളില്ലാതെ ഇനി നിങ്ങളുടെ പ്രസവകാലം ആഘോഷിക്കാം പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ. വേദനരഹിത പ്രസവം, വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ഗർഭകാല പരിചരണം, അത്യാധുനിക ലേബർ റൂം കൂടാതെ 9,999 രൂപയുടെ സ്പെഷ്യൽ ഡെലിവറി പാക്കേജും. കേരളത്തിലെ മികച്ച ഗൈനക്കോളജിസ്റ്റ് സേവനങ്ങൾക്കായി സമീപിക്കാം പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ.